Hello everyone. Welcome to Rahil's Academy. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പിന്നെ നമ്മുടെ യൂസിനെറ്റ് പേപ്പർ വണ്ണിലുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. കുറച്ചും കൂടി ടെക്നിക്കൽ എലമെന്റ്സ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളത്. ഒരുപാട് പുതിയ പുതിയ തരം മെത്തഡോളജീസും പുതിയ തരം ടെക്നിക്സ് ഒക്കെ ടീച്ചിങ്ങിൽ വന്നിട്ടുള്ള ഒരുപാട് അപ്ഡേഷൻസ് ഒക്കെയാണ് ഈ ഒരു സിലബസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. യാ സോ ഞാൻ ടൈം കളയുന്നില്ല, ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിനു മുന്നേ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ ഇതിന്റെ പിന്നെ എന്താണ് എഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് നോട്ട്സുകളൊക്കെ നമ്മൾ ആ ഒരു ഭാഗത്താണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫൈൻ. യാ സോ ഐ എം സ്റ്റാർട്ടിംഗ് ദ സെഷൻ. യാ സോ എന്താണ് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം? It includes resources that help teachers plan and conduct effective teaching അല്ലെ. അതായത് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുമ്പം എന്താണ്? റിസോഴ്സസ് ദാറ്റ് ഹെൽപ്പ് ടീച്ചേഴ്സ് പ്ലാൻ ആൻഡ് കണ്ടക്ട് എഫക്റ്റീവ് ടീച്ചിങ് അല്ലെ. അതായത് ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എഫക്റ്റീവ് എന്ന് പറയുമ്പം അതായത് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം കുട്ടികളിലേക്ക് വളരെ ക്ലിയർ ആൻഡ് കൺസൈസ് ആയിട്ട് എത്തുന്ന സമയമാണ് നമുക്കത് എഫക്റ്റീവ് ടീച്ചിങ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ എഫക്റ്റീവ് ടീച്ചിങ് നടക്കാനും വേണ്ടിയിട്ട് ഒരു ടീച്ചർ യൂസ് ചെയ്യുന്ന എല്ലാ റിസോഴ്സിനും നമ്മൾ എന്ത് പറയുന്നു? ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, ഈ ക്ലാസ് കേൾക്കുന്ന ആളുകളോട് ഞാൻ എൻ്റെ റിസോഴ്സസ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് പവർ പോയിന്റ് ആണ്, പിന്നെ ഒന്ന് സൂം പ്ലാറ്റ്ഫോം ആണ്, പിന്നെ ബേസിക് ആയി പിന്നെ എൻ്റെ പെൻ ടാബ് ഉണ്ട്. എനിക്ക് പെൻ ടാബിന്റെ കൂടെ അതിന്റെ ഒരു പോയിന്റർ ഉണ്ടാവും. പിന്നെ അതുപോലെ ഹെഡ്ഫോൺ ഉണ്ടാവും, മൈക്ക് ഉണ്ടാവും, ഒരു ലൈറ്റ് ഉണ്ടാവും. റൈറ്റ്, അതാണ് ഈ പറയുന്ന റിസോഴ്സസ് എന്ന് പറയുന്നത്. അതായത് വിദ്യാർത്ഥികളിലേക്ക് നമ്മുടെ ടീച്ചിങ് എഫക്റ്റീവ് എത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന റിസോഴ്സുകളാണ്. റൈറ്റ്, ഇറ്റ് പ്രൊവൈഡ്സ് ലേണിംഗ് മെറ്റീരിയൽസ് ആൻഡ് ടെക്നോളജി ടു സപ്പോർട്ട് ഇൻസ്ട്രക്ഷൻ. ഇവിടെ എന്തൊക്കെയാണ് വരുന്നത്? ലേണിംഗ് മെറ്റീരിയൽസും അതുപോലെ ടെക്നോളജിയും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് അതൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആയിട്ട് മാറുന്നത്. ഓക്കെ, അതായത് ഇവിടെ ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഒരു PPT ഉണ്ടാവും, അതൊരു ലേണിംഗ് മെറ്റീരിയൽ ആണ്. ടെക്നോളജി എന്ന് പറയുമ്പോൾ ആ PPT ഞാൻ നിങ്ങൾക്ക് കാണിക്കാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം, അത് ടെക്നിക്കൽ പ്ലാറ്റ്ഫോം ആണ്. റൈറ്റ്, മനസ്സിലായല്ലോ? ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇറ്റ് ഓഫേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെസിലിറ്റീസ് ലൈക്ക് ലൈബ്രറീസ് ആൻഡ് ലബോറട്ടറീസ്. ഓക്കെ, ലൈബ്രറീസും ലബോറട്ടറീസും വേറെ ഒരു ടൈപ്പ് ഓഫ് ടീച്ചിങ്, പ്രധാനപ്പെട്ട ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റത്തിൽ വരുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ലൈബ്രറിയും അതുപോലെ ലബോറട്ടറീസും. ഓക്കെ, ഈ സയൻസ് മേഖലയിലൊക്കെ ലബോറട്ടറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റമാണ്. ഇറ്റ് ഇൻവോൾവ്സ് സപ്പോർട്ട് ഫ്രം കൊളീഗ്സ്, മെന്റേഴ്സ് ആൻഡ് സ്റ്റാഫ്. അതായത് ഇതിന് പുറമെ എന്താണ് കൊളീഗ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആളുകള്, മെന്റേഴ്സ് അതുപോലെ തന്നെ സ്റ്റാഫ്സിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എന്താണ്? ഒരു നല്ലൊരു എഫക്റ്റീവ് ടീച്ചിങ് നടത്താനും വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസോഴ്സസ് ആണെന്നാണ് പറയുന്നത്. റൈറ്റ്, ഇറ്റ് സപ്പോർട്ട്സ് അസസ്മെന്റ് ആൻഡ് ഫീഡ്ബാക്ക് ടു ഇംപ്രൂവ് ലേണിംഗ്. ഓക്കെ, അതായത് ഈ ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുട്ടികളുടെ പഠനത്തെ നമുക്ക് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കത് ഇവാലുവേറ്റ് ചെയ്ത് ഇതിപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇപ്പൊ കോഡ് തന്ത്ര എന്നൊക്കെ പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ കുട്ടികളുടെ റിസൾട്ടുകൾ നമ്മളെല്ലാം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഗ്രാഫ് ആക്കിയിട്ട് തരും. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ആ കുട്ടിയുടെ പിന്നെ പ്രശ്നങ്ങൾ എവിടെയാണ്, ഗ്രോത്ത് എവിടെയാണ്, അതുപോലുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഷോക്കേസ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇത് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റത്തിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഈ ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റത്തിന് നമുക്ക് രണ്ട് തരത്തിലുള്ള ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ട്രഡീഷണൽ ആണ് കേട്ടോ. ട്രഡീഷണൽ അല്ലെങ്കിൽ നമുക്ക് പറയാം ടീച്ചർ സെന്റേർഡ് ലേണിംഗ് മെത്തേഡ് ഉണ്ട്. എഴുതണം നിങ്ങൾ 2 ടൈപ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ലാസ്റ്റ് ഒരു പോയിന്റ് എഴുതിയാൽ മതി. അല്ലെങ്കിൽ മോഡേൺ അഥവാ സ്റ്റുഡൻറ് അല്ലെങ്കിൽ ലേണർ എന്ന് പറയാം. ലേണർ സെന്റേർഡ് ടീച്ചിങ് മെത്തേഡ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇതാണ് നമുക്ക് വരുന്ന രണ്ട് ടൈപ്സ് ഓഫ് ടീച്ചിങ് മെത്തേഡുകൾ. ഒന്ന് ടീച്ചർ സെന്റേർഡ് ലേണിംഗ് മെത്തേഡും എന്താണ് ലേണർ സെന്റേർഡ് ടീച്ചിങ് മെത്തേഡും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ കുറച്ചും കൂടി എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒന്ന് അനലൈസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പഠിക്കാം. ഓക്കെ, അത് നമുക്ക് എന്താ ടീച്ചർ സെന്റേർഡ് ലേണിംഗ് മെത്തേഡ് നമുക്ക് നോക്കാം. അതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്
യാ ഇവിടെ ടീച്ചർ ഡോമിനേറ്റ്സ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് അല്ലെ. ഇവിടെ എന്താണ്, ഒരു വിദ്യാർത്ഥികൾക്ക് അവിടെ എന്ത് ചെയ്യുന്നില്ല, ഒരു ടീച്ചർ സെന്റേർഡ് ആയിട്ടുള്ള പേരിൽ തന്നെ ഉണ്ട് അല്ലെ, ടീച്ചർ ആയിരിക്കും. ഇപ്പൊ ടീച്ചർ സെന്റേർഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു നമുക്കൊരു ഗ്രാഫ് മുന്നിൽ വരുന്നില്ല ഇങ്ങനെ, ഇതാ ഇവിടെ ടീച്ചർ സെന്ററിൽ ഉണ്ടാവും, ഓരോ വിദ്യാർത്ഥികളിലേക്കും കാര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ലേണേഴ്സിന് എന്തില്ല, വലിയ റോള് വരുന്നില്ല. ടീച്ചർക്ക് തന്നെയാണ് എപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വരുന്നത്. ഇത് കൂടുതൽ നമ്മൾ ഈ വളരെ പിന്നെ എന്താണ്, പഴയ ഒരു കാലത്തുണ്ടായിട്ടുള്ള ഒരു മെത്തേഡ് ആയിരുന്നു ടീച്ചർ സെന്റേഡ് ലേണിംഗ് മെത്തേഡ്. ഇന്ന് നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനൊക്കെ ഇവിടെ MBA ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്, വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് നമ്മൾ ശരിക്കും ഒരു റീസൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ തന്നെ അതിനെ അന്വേഷിച്ച് കണ്ടെത്തി അനലൈസ് ചെയ്ത് ഒരു കേസ് സ്റ്റഡി രൂപത്തിലാക്കി ഡിസ്കഷൻ നടത്തി ഡിബേറ്റ്സുകൾ നടത്തി ആ ഒരു ലേണിംഗ് പ്രോസസ്സാണ് ഇപ്പൊ നമ്മുടെ ഇവിടെ കരിക്കുലക്കത്തിലൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ പഴയ കാലഘട്ടത്തിൽ ടീച്ചർ ഡോമിനേറ്റ് ദി ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ആയിരുന്നു. പിന്നെന്താണ്, സ്റ്റുഡൻസ് ആർ മോസ്റ്റ്ലി പാസീവ് ലിസണേഴ്സ് ആണ്. അതുപോലെ എംഫസിസ് ഓൺ ലെക്ചർ ആൻഡ് കണ്ടന്റ് ഡെലിവറി, അവരെ കൂടുതൽ ഫോക്കസ് ചെയ്യുക ലെക്ചറിങ്ങിനും അതുപോലെ തന്നെ കണ്ടന്റ് ഡെലിവറി. വേറെ ഒന്നും ഉണ്ട്, ഡിസ്കഷൻസ് ഉണ്ടാവില്ല, റോൾ പ്ലേ ഉണ്ടാവില്ല, അതുപോലെ പിന്നെ പ്രൊജക്റ്റുകൾ ഉണ്ടാവില്ല, കേസ് സ്റ്റഡി അങ്ങനെ ഒന്നുമില്ല, വെറും ലെക്ചറിങ് മാത്രം. അതുപോലെ കണ്ടന്റ് ഡെലിവറി അത് മാത്രം കൊടുത്തു കൊടുത്തു കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, വേഗം ഈ പറയുന്ന സിലബസ് തീർക്കുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവിലായിരുന്നു പഴയ ഒരു ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്, ഫോക്കസ് ഓൺ സിലബസ് കംപ്ലീഷൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ അതെ, സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും അവരുടെ മുന്നിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഒബ്ജക്റ്റീവ്. എഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, സിലബസ് പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. സ്യൂട്ടബിൾ ഫോർ ലാർജ് ക്ലാസ്സസ് ആൻഡ് തിയറി സബ്ജക്ട്സ് അല്ലെ. അതായത് ഇത് കൂടുതലും യൂസസ് ആവുന്നത് എവിടെയാണ്, വലിയ ക്ലാസ്സുകളിലും അതുപോലെ തന്നെ തിയറി സബ്ജക്ട്സിൽ. ഇപ്പോൾ നമ്മുടെ ഒരു ക്ലാസ്സിൽ 70-80 കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഡിവിജ്വൽ ആയിട്ട് പിന്നെ പ്രസന്റേഷനും അതൊന്നും പോസിബിൾ അല്ല. അതുപോലെ തന്നെ ഒരുപാട് തിയറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി വിഷയങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ തന്നെ വേണ്ടി വരും. നമ്മൾ തിയറി നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കുട്ടികളെ ഭാഗത്തുനിന്ന് ഒരു പ്രസന്റേഷൻ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് ചെയ്യാൻ പറ്റാത്ത ഒരു ലിമിറ്റേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കുക. ഇതിൽ വരുന്ന കുറച്ച് ടൂൾസുകൾ ഒന്നുമില്ല കേട്ടോ, നമ്മളെ മെയിൻ ആയിട്ടുള്ള ഈ ബ്ലാക്ക് ബോർഡ്, ഓക്കെ, ബ്ലാക്ക് ബോർഡ് പിന്നെ അതുപോലെ വൈറ്റ് ബോർഡ്സ്, ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ടൂൾസുകൾ വരുന്നത് അല്ലെ. ടീച്ചിങ്ങിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ രണ്ട് ടൂൾസുകളാണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് ടീച്ചേഴ്സ് എന്ത് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ ലെക്ചറിങ് ടീച്ചിങ് മെത്തേഡ് കൂടുതലായിട്ട് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് ലേണേഴ്സ് സെന്റർഡ് ടീച്ചിങ് മെത്തേഡ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സെഷൻ എടുക്കാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യമല്ല. അത് നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഓരോ ടൈപ്സും നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് തന്നെ. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ എന്ത് ചെയ്യാണ്, തൊട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, യാ, സോ വിൽ സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. യാ, താങ്ക്സ് എവരിവൺ.